Hello everybody, welcome to my literature saga. Today we'll be discussing the chapter Thus Spoke Sudarshan, Interview with God's Own Physicist. ഇന്ന് നമ്മൾ ഇല്യൂമിനേഷൻസ് എന്നുള്ള ടെക്സ്റ്റിലെ ദസ് സ്പോക്ക് സുദർശൻ എന്ന ഒരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി എ കമ്പൈലേഷൻ ഓഫ് ECG Sudarshan's select interviews with famous newspapers like Hindustan Times, The Hindu, and his fellow student Urjit Yajnik and G.K. Rajesh. ഇത് ശരിക്കും ECG സുദർശനുമായിട്ട് നടത്തിയ ഒരു ഇൻ്റർവ്യൂ, പല ഇൻ്റർവ്യൂസിൻ്റെ ഒരു കമ്പൈലേഷനാണ്. So before moving on to the chapter in detail, let us have a look at ECG Sudarshan's biographical sketch. ആരായിരുന്നു ECG സുദർശൻ? ECG സുദർശൻ ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിസിസിസ്റ്റ് ആയിരുന്നു. ആൻഡ് ഹി വാസ് ദ പേഴ്സൺ ഹു ചാലഞ്ച്ഡ് ആൽബർട്ട് ഐൻസ്റ്റൺസ് തിയറി ദാറ്റ് നത്തിങ് വിത്ത് മാസ് കുഡ് ട്രാവൽ ഫാസ്റ്റർ ദാൻ ലൈറ്റ്. ഐൻസ്റ്റൻ്റെ തിയറിയെ ചാലഞ്ച് ചെയ്ത ആദ്യത്തെ ഇന്ത്യനാണ്. ലൈറ്റിനേക്കാൾ ഫാസ്റ്റായിട്ട് മാസ് ഉള്ള മറ്റൊരു പാർട്ടിക്കിളിന് മൂവ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നായിരുന്നു ഐൻസ്റ്റൻ്റെ വാദം. അത് ചാലഞ്ച് ചെയ്ത വ്യക്തിയാണ് ECG സുദർശൻ. അദ്ദേഹം പറഞ്ഞത് ടാക്കിയോൺസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നു, അതിന് ലൈറ്റിനേക്കാൾ ഫാസ്റ്ററായിട്ട് ട്രാവൽ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. സുദർശൻ ഹി വാസ് ബോൺ ഇൻ കോട്ടയം, കേരള ഇൻ ദ ഇയർ 1931 ആസ് എന്നയ്ക്കൽ ചാണ്ടി സുദർശൻ. ആധുനിക ഭൗതിക ശാസ്ത്രത്തിൽ വിലമതിക്കാനാവാത്ത സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു അതുല്യ പ്രതിഭയാണ് ശ്രീ സുദർശൻ. And his contributions in physics range from formulating fundamental ideas in particle physics to understanding the quantum nature in light. പാർട്ടിക്കിൾ ഫിസിക്സിൽ തുടങ്ങി ക്വാണ്ടം ഫിസിക്സിൽ വരെ എത്തി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനകൾ. അദ്ദേഹം ജനിച്ചതും ബേസിക് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതുമൊക്കെ കേരളത്തിൽ തന്നെയായിരുന്നു. കോട്ടയത്ത് തന്നെ CMS കോളേജിലാണ് ഗ്രാജുവേഷൻ ചെയ്തത്. പിന്നീട് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റേഴ്സ് ഡിഗ്രി കരസ്ഥമാക്കി. അതിനുശേഷം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിൽ ജോയിൻ ചെയ്തു. ആൻഡ് ദേ ഹി വർക്ക്ഡ് വിത്ത് ഹോമി ഭാഭ, the famous scientist who is known as the father of Indian nuclear program. പിന്നീട് അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ടെക്സാസിലേക്ക് പോയി. അവിടെ യൂണിവേഴ്സിറ്റി ഓഫ് റോച്ചസ്റ്ററിലും യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസിലും ഏതാണ്ട് 40ഓളം വർഷം ഫിസിക്സ് പ്രൊഫസറായി ജോലി നോക്കി. ആൻഡ് നൗ ലെറ്റ് us go through his major contributions to the world of physics. ഫിസിക്സിൽ തന്നെ VA തിയറി, അതിലെ സമഗ്ര സംഭാവനകൾക്ക് സുദർശൻ വളരെ ഫേമസ് ആണ്. VA തിയറി എന്നുള്ളത് ഇറ്റ് ഇസ് എ തിയറി അബൌട്ട് ദ വീക്ക് ഇൻറ്ററാക്ഷൻസ് ബിറ്റ്വീൻ സബറ്റോമിക് പാർട്ടിക്കിൾസ്. ഈ വീക്ക് ഇൻറ്ററാക്ഷൻസ് എന്നുള്ള ഫീൽഡിൽ അദ്ദേഹത്തിൻ്റെ റിസർച്ച് ദീർഘകാലം ചെയ്തിരുന്നു. ഈ ഒരു റിസർച്ച് വർക്കിൽ അദ്ദേഹം ഫേമസ് സയൻറ്റിസ്റ്റുകളായ മാർഷക്കും വെയിൻബർഗും ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ക്വാണ്ടം ഓപ്റ്റിക്സിലും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ചെറുതല്ല. ആൻഡ് ഹിസ് മോസ്റ്റ് famous contribution is about the existence of tachyons. So he was the first scientist to propose the existence of particle called tachyons. And these tachyons, they are particles that can travel faster than light. Tachyons എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്നും അതിന് ലൈറ്റിനേക്കാൾ വേഗത്തിൽ ട്രാവൽ ചെയ്യാൻ സാധിക്കും എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. നോബൽ പ്രൈസിന് അർഹനായിരുന്നുവെങ്കിലും നിരവധി തവണ അദ്ദേഹത്തിന് അവഗണന നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ 2010 അദ്ദേഹത്തിന് ഫിസിക്സിൽ തന്നെ വളരെ ഉന്നത ഒരു ബഹുമതിയായ ഡിറക് മെഡൽ ഓഫ് ദി ICTP അവാർഡ് ലഭിച്ചു. പിന്നീട് 2007 പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചു. 2013 കേരള ശാസ്ത്ര പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു ഫോർ ഹിസ് ലൈഫ് ടൈം അക്കംപ്ലിഷ്മെൻറ്റ്സ് ഇൻ സയൻസ്. നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ആർട്ടിക്കിൾ അതൊരു കമ്പൈലേഷനാണ്. നിരവധി ഇൻ്റർവ്യൂസ് അദ്ദേഹം പല ന്യൂസ് പേപ്പേഴ്സിനും പല വ്യക്തികൾക്കും കൊടുത്ത നിരവധി ഇൻ്റർവ്യൂസിൻ്റെ ഒരു കളക്ഷൻ, ഒരു കമ്പൈലേഷനാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ചാപ്റ്റർ. സോ ദിസ് ഇസ് എ കമ്പൈലേഷൻ ഓഫ് എക്സർപ്റ്റ്സ് ഫ്രം ദ കോൺവെർസേഷൻ സുദർശൻ ഹാഡ് വിത്ത് ദ ഹിന്ദു, ഹിന്ദുസ്ഥാൻ ടൈംസ്, യാജ്നിക് ആൻഡ് G.K. രാജേഷ്. സുദർശൻ ഇതിൽ അദ്ദേഹത്തെ പറ്റിയും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെ പറ്റിയും ശാസ്ത്രലോകത്തെ പറ്റിയും ഒക്കെയുള്ള ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ ചോദ്യം അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ പറ്റിയും സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തെ പറ്റിയുമാണ്. ഹി വാസ് വൺ എമംഗ് 3 brothers who belonged to a sort of an academic home.
3 ബ്രദേഴ്സിൽ ഒരാളായിരുന്നു. അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. ഹിസ് മദർ വാസ് എ സ്കൂൾ ടീച്ചർ ആൻഡ് ഹി വാസ് അഫ്രൈഡ് ഓഫ് ഹിസ് ഫാദർ ഫൈൻഡിങ് ഫോൾട്ട് വിത്ത് ഹിസ് ഇംഗ്ലീഷ് ആൻഡ് ഹി വാസ് ഫോണ്ട് ഓഫ് മാത്സ്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് മാത്സ് ആയിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട വിഷയം. ആൻഡ് ഹി അണ്ടർസ്റ്റുഡ് മാത്സ് ഈവൻ വിതൗട്ട് ഗെറ്റിംഗ് ഇറ്റ് എക്സ്പ്ലെയിൻഡ്. പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. മാത്സിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് വരെ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാവുകയും പ്രോബ്ലംസൊക്കെ അനായാസം സോൾവ് ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അദ്ദേഹത്തിന് ഈ ഒരു കഴിവ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഫെലോ സ്റ്റുഡൻസ് പലരും അദ്ദേഹത്തിനോട് ഡിഫിക്കൽട്ടായിട്ടുള്ള പല പ്രോബ്ലംസും സോൾവ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം അദ്ദേഹം വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. മാത്സിലായിരുന്നു ഇഷ്ടമെങ്കിലും അദ്ദേഹം സ്കൂൾ കാലഘട്ടം തൊട്ട് തന്നെ ഫിസിക്സിനോട് ഒരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഹി റിമെമ്പേഴ്സ് ഹൗ ഹി റെഡ് ഹിസ് ബ്രദേഴ്സ് ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ഹൗ ഹി വാസ് ട്രെമെൻഡസ്ലി ഇംപ്രസ്ഡ് ബൈ ദ ഫോർമുല ഫോർ ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. കുട്ടിയായിരുന്നപ്പോൾ തന്നെ ബ്രദറിൻ്റെ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് അദ്ദേഹം വായിക്കുമായിരുന്നു. അതിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഫോർമുലയാണ്. ഇതിന് പുറമെ മാത്സിലെ ഡിഫിക്കൽട്ടായിട്ടുള്ള പല ഫോർമുലാസും അദ്ദേഹം വർക്കൗട്ട് ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം പറയുകയാണ് ഇതെല്ലാം വളരെ നാച്ചുറലായിട്ട് സംഭവിക്കുകയായിരുന്നു. ഹി റിമെമ്പേഴ്സ് ഹൗ ഓൾ ദീസ് തിങ്സ് ഹാപ്പൻഡ് സോ നാച്ചുറലി. അതുമാത്രമല്ല, ഈ ഒരു ഫീൽഡിൽ സ്കൂളിൽ അദ്ദേഹത്തിന് ഒരു കോമ്പറ്റീഷനും നേരിടേണ്ടതായിട്ട് വന്നിട്ടില്ല. കാരണം അദ്ദേഹത്തിനല്ലാതെ മറ്റ് ഒരു സ്റ്റുഡൻറ്റിനും ഈ മേഖലകളിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോമ്പറ്റീഷൻ ഈ ഫീൽഡിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. He did it all without any competition, for none seemed interested in them. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിൽ ജനിച്ച് വളർന്ന വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആ ഒരു കാലഘട്ടത്തെ പറ്റിയുള്ള അനുഭവമാണ്. Did growing up in Kerala in any way help shape your interest in science? സ്ഥിരമായിട്ട് അദ്ദേഹം ടെക്സസിലേക്ക് മൂവ് ചെയ്തു എങ്കിൽ പോലും കേരളത്തിൽ ജനിച്ച് വളർന്നതും ഇവിടെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതുമൊക്കെ വളരെ വലിയൊരു കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീ സുദർശൻ. ഹി ഡീംസ് ഇറ്റ് എ പ്രിവിലേജ് ടു ഹാവ് ബീൻ ബോൺ ഇൻ കേരള ആൻഡ് ഇറ്റ്സ് കൾച്ചർ ദാറ്റ് വാല്യൂസ് ലേണിംഗ്. അറിവിനും വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകിയിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു കേരളം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ ജനിച്ചു വളർന്നതിൽ അഭിമാനം കൊണ്ട ഒരു വ്യക്തി തന്നെയാണ്. ഹി റിമെമ്പേഴ്സ് ഹൗ വെൽ ദേ വെർ ടോട്ട് ലാംഗ്വേജ് ആൻഡ് മാത്സ്. ഭാഷയും മാത്തമാറ്റിക്സുമൊക്കെ അവരെ പഠിപ്പിച്ചിരുന്ന രീതി അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ കേരളം മുന്നിൽ തന്നെ ആയിരുന്നുവെങ്കിലും പല പാഠഭാഗങ്ങളും ഡള്ളായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പ്രിസ്ക്രൈബ് ചെയ്തിരുന്ന സിലബസിൽ ചില അപാകതകളുണ്ടായിരുന്നു. അത് പഠിപ്പിച്ചിരുന്ന രീതിയും വ്യത്യാസമുണ്ടായിരുന്നു. പാഠഭാഗങ്ങൾ വായിച്ച് പഠിക്കുന്നതിനായിരുന്നു കേരളത്തിൽ പ്രാധാന്യം നൽകിയിരുന്നത്. അവ പ്രാവർത്തികമാക്കുന്നതിനേക്കാൾ കൂടുതൽ പാഠഭാഗങ്ങൾ വായിച്ച് പഠിക്കുന്നതായിരുന്നു പ്രാധാന്യം. ഇപ്പോഴും സ്ഥിതിഗതികൾ വ്യത്യാസമല്ല എന്ന് തന്നെയാണ് സുദർശൻ ഈ ഇൻ്റർവ്യൂ നൽകിയ സമയത്ത് പറഞ്ഞിരിക്കുന്നത്. ഹി റിമെമ്പേഴ്സ് ഹൗ വെൽ ദേ വെർ ടോട്ട് ലാംഗ്വേജ് ആൻഡ് മാത്സ് ആൻഡ് കേരള വാസ് എഹെഡ് ഓഫ് ദ റെസ്റ്റ് ഇൻ ടേംസ് ഓഫ് pursuit of knowledge. But outside of that, both curriculum and texts were dull. ഇത് സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ കോളേജിലേക്ക് മൂവ് ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നു കുറച്ചൊക്കെ വ്യത്യാസം വന്നു തുടങ്ങിയിരുന്നു. When he moved to college, he could focus on subjects that really interested him. സ്കൂളിലാവുമ്പോൾ എല്ലാ സബ്ജക്ട്സും പഠിക്കണം. കോളേജിലായപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഫീൽഡ് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം പറയുകയാണ് CMS കോളേജിലും മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലുമൊക്കെ പ്രഗത്ഭരായ അധ്യാപകരുണ്ടായിരുന്നു. അങ്ങനെ പതിയെ പതിയെ ഫിസിക്സ് അദ്ദേഹത്തിൻ്റെ ലോകമായിട്ട് മാറുകയായിരുന്നു. ഫിസിക്സ് അദ്ദേഹത്തിൻ്റെ ലോകമായിട്ട് മാറുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മൂന്നാമത്തെ ചോദ്യം, ഇറ്റ് ഹാസ് ബീൻ ആൻ ഇൻക്രെഡിബിൾ ഹാഫ് എ സെഞ്ച്വറി ഓഫ് ഫിസിക്സ് ഫോർ യു ആൻഡ് ഫ്രം വേർ യു ആർ ടുഡേ വാട്ട് ഡസ് ഫിസിക്സ് മീൻ ടു യു? ഫിസിക്സ് താങ്കൾക്ക് എന്താണ്? എങ്ങനെയാണ് താങ്കൾ ഫിസിക്സ് എന്നുള്ള ലോകത്തെ നോക്കിക്കാണുന്നത്? അതിന് ECG സുദർശൻ നൽകിയ മറുപടി, ഫിസിക്സ് മീൻ എവറിത്തിങ് ഫോർ മീ ആൻഡ് ഹി സേസ് ദാറ്റ് ഹി ഡസൻറ്റ് നോ എനിത്തിങ് എൽസ് ബെറ്റർ ദാൻ ഫിസിക്സ്. ഫിസിക്സിനേക്കാൾ നന്നായി ഈ ലോകത്ത് മറ്റൊന്നും അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്രത്തോളം ഫിസിക്സ് അദ്ദേഹത്തിന് ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ലോകമാണ് ഫിസിക്സ്. ഐ എം ഗുഡ് അറ്റ് ഇറ്റ്, ഹി സേസ്, ആൻഡ് ഐ ടുക്ക് ടു ഫിസിക്സ് ലൈക്ക് എ ഡക്ലിംഗ് ടു വാട്ടർ ആൻഡ് ഐ ഡോണ്ട് ഈവൻ തിങ്ക് ഓഫ് വാട്ട് ഐ ഡു ആസ് റിസർച്ച് ഓർ വർക്ക് എനിമോർ ആൻഡ് ഐ ലൈക്ക് ദ എക്സൈറ്റ്മെൻറ്റ് ഓഫ് ലുക്കിംഗ് അറ്റ് ദ വേൾഡ് ത്രൂ ദ പ്രിസം ഓഫ് സയൻസ്. സയൻസിലൂടെ ഈ ലോകത്തെ നോക്കിക്കാണാനാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. ഫിസിക്സാണ് അദ്ദേഹത്തിൻ്റെ ലോകം.
ഫിസിക്സിനേക്കാൾ ബെറ്ററായി അദ്ദേഹത്തിന് മറ്റൊന്നും ഈ വേൾഡിൽ അറിയില്ല എന്നായിരുന്നു അതിന് ഉത്തരം. പ്രശസ്തയായ അമേരിക്കൻ പോവറ്റ് സിൽവിയ പ്ലാത്ത് പറഞ്ഞതുപോലെ, ഡൈയിങ് ഇസ് എൻ ആർട്ട് ആൻഡ് ഐ ഡു ഇറ്റ് എക്സെപ്ഷണലി വെൽ. അതുപോലെ സുദർശനും ഫിസിക്സാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യവും അത് അദ്ദേഹം നന്നായി ചെയ്യുകയും ചെയ്യുന്നു. അടുത്ത ചോദ്യം ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റിയാണ്. ക്വാണ്ടം മെക്കാനിക്സിലെ അഗ്രഗണ്യർക്ക് തൊട്ടു പിന്നാലെ വന്ന തലമുറയുടെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഫിസിക്സിനെ പറ്റി എന്താണ് പറയാനുള്ളത്? So you had the privilege to be just one generation following the one that discovered and formulated the principles of quantum mechanics. So what was the atmosphere in physics when you set out to join the profession? ക്വാണ്ടം മെക്കാനിക്സിൽ നടന്ന മാറ്റങ്ങൾ വളരെ വലുതായിരുന്നു. അദ്ദേഹം ആ സമയത്ത് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുകയായിരുന്നു. അവിടെ അദ്ദേഹത്തിന് ഒരുപാട് പ്രഗത്ഭരായ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ ടീച്ചിങ് തന്നെയാണ് ഇദ്ദേഹത്തിന് ക്വാണ്ടം ഫിസിക്സിനെ പറ്റി കൂടുതൽ അറിയാനുള്ള ഇൻസ്പിറേഷൻ പ്രൊവൈഡ് ചെയ്തത്. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രൊഫസറായിരുന്നു മിസ്റ്റർ തങ്കരാജ്. അദ്ദേഹത്തിൻ്റെ ഒപ്റ്റിക്സ് കോഴ്സ് വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഫണി ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഹി ലൈക്ക് ടു ടീച്ച് വിതൗട്ട് റെഫറിങ് ടു എനി നോട്ട്സ്, ബട്ട് ഹി ക്യാരീഡ് ലിറ്റിൽ ചിറ്റ്സ് ഇൻ ഹിസ് പോക്കറ്റ് വിച്ച് ഹി വുഡ് പുൾ ഔട്ട് അറ്റ് ദ കറക്റ്റ് മൊമെൻറ്റ്. ബട്ട് ഹവർ ഹി വാസ് എ വെരി ഗുഡ് ടീച്ചർ, സേസ് സുദർശൻ. തങ്കരാജ് എന്ന പ്രൊഫസറുടെ ഒപ്റ്റിക്സ് കോഴ്സ് വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. അദ്ദേഹത്തിന് നോട്ട്സ് നോക്കി പഠിപ്പിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ അദ്ദേഹം പോക്കറ്റിൽ ചെറിയ ബിറ്റ്സ് ക്യാരി ചെയ്യുമായിരുന്നു. എന്നിട്ട് ആ റൈറ്റ് മൊമെൻ്റ് ആകുമ്പോൾ അദ്ദേഹം അത് പുൾ ഔട്ട് ചെയ്തിട്ട് അത് നോക്കിയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ കോഴ്സ് വളരെ ഇഫക്റ്റീവായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരുപാട് പ്രഗത്ഭരായ അധ്യാപകരുണ്ടായിരുന്നു എന്നാണ് സുദർശൻ അവകാശപ്പെടുന്നത്. ഒപ്റ്റിക്സിനായിരുന്നു ഇന്ത്യയിൽ പ്രാധാന്യം നൽകിയിരുന്നത്. അതിന് റീസണും ഉണ്ട്. കാരണം CV രാമൻ്റെ പ്രസൻസ്, സാന്നിധ്യം, അതുകൊണ്ട് തന്നെയാണ് ഒപ്റ്റിക്സിന് ഇന്ത്യയിൽ പ്രാധാന്യം നൽകിയിരുന്നത്. പക്ഷേ അദ്ദേഹം പിന്നീട് എബ്രോഡ് പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇന്ത്യയിൽ മാത്രമായിരുന്നു ഒപ്റ്റിക്സിന് പ്രാധാന്യം നൽകിയിരുന്നത്. എബ്രോഡ് ഇറ്റ് വാസ് കൺസിഡേർഡ് ഔട്ട് ഓഫ് ഫാഷൻ. അഞ്ചാമത്തെ ചോദ്യം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിൽ ഒരു ഫ്രഷ് PhD സ്റ്റുഡൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവത്തെ പറ്റിയാണ്. You were at Tata Institute of Fundamental Research as a fresh PhD student. Any recollections from the days at the institute or of the faculty there? അദ്ദേഹം TIFRൽ ഏതാണ്ട് 3 വർഷത്തോളം ഉണ്ടായിരുന്നു. And this was during 1952 to 1955 when TIFR was located at the old Yacht Club building. TIFRനെ പറ്റി ചോദിക്കുമ്പോൾ ഏറ്റവും ആദ്യം അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് അവിടുത്തെ ഭക്ഷണ രീതിയെ പറ്റിയാണ്. ദ ഫുഡ് ഡിഡ് നോട്ട് സൂട്ട് ഹിം അറ്റ് ഓൾ. അവിടുത്തെ റൊട്ടീസ് വളരെ ഹൊറിബിൾ ആയിരുന്നു എന്നുള്ളത് അദ്ദേഹം ഓർക്കുന്നു. ഒരു സൗത്ത് ഇന്ത്യന് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത ഒരു ആഹാര രീതിയായിരുന്നു അവിടെ റൈസ് അവർക്ക് നൽകിയിരുന്നില്ല. പിന്നീട് സൗത്ത് ഇന്ത്യൻ ഫുഡ് സെർവ് ചെയ്യുന്നൊരു സ്ഥലം അവർ കണ്ടുപിടിക്കുകയായിരുന്നു. അവിടെ നിന്ന് അവർ ഇഡ്ലീസ് കഴിക്കുമായിരുന്നു എന്ന് അദ്ദേഹം ഓർക്കുന്നു. TIFRലെ കോൺടെമ്പററീസ് പ്രഗത്ഭരായ സയൻറ്റിസ്റ്റുകളായിരുന്നു രാജാരാമണ്ണ, SS ഝാ, സൂര്യനാരായൺ ആൻഡ് KK ഗുപ്ത. TIFRൽ അദ്ദേഹത്തിൻ്റെ ചുമതല കോസ്മിക് റേസിൻ്റെ എമൽഷൻ ട്രാക്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു. At TIFR he had been assigned to the experimental cosmic ray group that analyzed the emulsion tracks of these rays. ഈ കോസ്മിക് റേസിൻ്റെ എമൽഷൻ ട്രാക്സ് വളരെയധികം പ്രിസിഷനോടുകൂടെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷേ സുദർശന് ആ പ്രിസിഷനോടുകൂടെ ഒരു കാര്യവും ചെയ്യാൻ സാധ്യമല്ലായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഹാൻഡ്സ് സ്റ്റഡി ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഫെലോ സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, ബിശ്വാസ് എന്നായിരുന്നു അയാളുടെ പേര്. ഹിസ് ഹാൻഡ് വാസ് സ്റ്റഡി ആസ് എ റോക്ക്. അങ്ങനെ ബിശ്വാസിൻ്റെ സഹായത്തോടുകൂടെ ട്രാവലിംഗ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്ത് ഈ മൂവിങ് പാർട്ടിക്കിൾസിൻ്റെ എമൽഷൻ ട്രാക്സ് അവർ വളരെ പ്രിസിഷനോടുകൂടി അക്യുറേറ്റ്ലി അവരത് ട്രാക്ക് ചെയ്തു. പക്ഷേ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ എമൽഷൻ ട്രാക്ക് ട്രേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ളൊരു ജോലിയായിരുന്നില്ല. എ സ്ലോവർ പാർട്ടിക്കിൾ വാസ് ഈസിയർ ടു ഡീൽ വിത്ത് ആസ് ഇറ്റ് മെയ്ഡ് മോർ ഫ്രീക്വൻറ്റ് കൊളീഷൻസ് ആൻഡ് ലെഫ്റ്റ് സഫീഷ്യൻറ്റ് മാർക്കേഴ്സ്. സ്ലോവർ പാർട്ടിക്കിൾസിൻ്റെ ട്രാക്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. കാരണം സ്ലോവർ പാർട്ടിക്കിൾസ് പെട്ടെന്ന് കൊളൈഡ് ചെയ്യും, അതുകൊണ്ട് ഈസിലി അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഫാസ്റ്റർ പാർട്ടിക്കിളിനെ ട്രേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടായൊരു ടാസ്ക് ആയിരുന്നു. അതിനുവേണ്ടി അവരൊരു മോഡൽ തന്നെ, ഒരു മാതൃക തന്നെ അവർ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്.
അത് വളരെ ഇഫക്റ്റീവായിട്ട് മാറുകയും ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ വളരെ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. പിന്നീട് അവിടെ വെച്ച് തന്നെ ഡോക്ടർ ഫഡ്കെയുടെ ലാബിൽ അദ്ദേഹം പോകുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡോക്ടർ ഫഡ്കെയുടെ ഗ്രൂപ്പിനെ സഹായിക്കാനൊക്കെ സുദർശൻ പോകുമായിരുന്നു. ഡോക്ടർ ഫഡ്കെയുടെ ലാബിൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നടക്കുന്നത് ഒരു ഇലക്ട്രോൺ ഗണ്ണിൻ്റെ ഡിസൈനിങ് ആയിരുന്നു നടന്നിരുന്നത്. ആ ഗ്രൂപ്പിനെ സഹായിക്കാനിടയ്ക്ക് സുദർശൻ പോകുമായിരുന്നു. ആൻഡ് ഡോക്ടർ ഫഡ്കെ ഹി വാസ് വെരി പ്ലീസ്ഡ് വിത്ത് സുദർശൻസ് പാർട്ടിസിപ്പേഷൻ, എസ്പെഷ്യലി മാത്തമാറ്റിക്കൽ മോഡലിംഗ്. ആൻഡ് സുദർശൻ ഹി റിമൈൻഡ് എ കൺസൾട്ടൻറ്റ് ടു ദർ ഗ്രൂപ്പ് ഈവൻ ലേറ്റർ. സുദർശൻ അവിടെ നൽകിയ സംഭാവന എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ മോഡലിംഗ് ആയിരുന്നു. അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ എല്ലാവർക്കും ഇദ്ദേഹത്തെ വളരെ കാര്യമായിരുന്നു. പിന്നീട് എന്ത് സംശയം വന്നാലും ഇദ്ദേഹത്തെയായിരുന്നു അവർ കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിൽ ജോയിൻ ചെയ്ത ആദ്യ വർഷം തന്നെ ലോകപ്രശസ്തനായ ഇംഗ്ലീഷ് ഫിസിസിസ്റ്റ് പോൾ ഡിറാക് TIFR വിസിറ്റ് ചെയ്തു. ഡിറാക് അവിടെ ഓൾമോസ്റ്റ് 6 months ഉണ്ടായിരുന്നു. ആൻഡ് ദെയർ ഹി ടോട്ട് എ കോഴ്സ് ഓൺ ക്വാണ്ടം മെക്കാനിക്സ്. ഡിറാക്കിൻ്റെ ക്വാണ്ടം മെക്കാനിക്സ് കോഴ്സ് സുദർശൻ അറ്റൻഡ് ചെയ്തിരുന്നു. അതിൽ നിന്ന് നല്ല ഒരു സൗഹൃദമാണ് ഉടലെടുത്തത് ഈ രണ്ട് വ്യക്തികളും തമ്മിൽ. ക്വാണ്ടം ഫിസിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയങ്ങളും ഡിറാക്കിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഒരു സ്പേസ് സുദർശന് കിട്ടിയിരുന്നു. വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന വ്യക്തിയായിരുന്നെങ്കിലും ഡിറാക് വളരെ ഫ്രണ്ട്ലി ആയ ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് സുദർശൻ ഓർത്തെടുക്കുകയാണ്. ഓൾദോ ഹി സ്പോക്ക് ലിറ്റിൽ ആസ് ഇസ് വെൽ നോൺ, ഹി വാസ് വെരി ഫ്രണ്ട്ലി ടു മീ, സെയ്സ് സുദർശൻ. ഈ ഒരു പാർട്ടിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്: ഹൗ ഡിഡ് ഗ്രോയിങ് അപ്പ് ഇൻ കേരള ഹെൽപ്പ് സുദർശൻ ഇൻ ഷേപ്പിംഗ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ഫിസിക്സ്? Sudarshan says that he deems it a privilege to have been born in Kerala, especially because of its culture that values learning. ലേണിങ്ങിന് പ്രാധാന്യം നൽകിയിരുന്ന, അറിവിനും വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകിയിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് അവിടുത്തെ കൾച്ചറും ഒരുപാട് സുദർശനെ സഹായിച്ചിട്ടുണ്ട് ഫിസിക്സിലുള്ള ഇൻട്രസ്റ്റ് ഷേപ്പ് ചെയ്യുന്നതിൽ. പൊതുവേ ടെക്സ്റ്റ് ബുക്സ് എല്ലാം ഡള്ളായിരുന്നു എങ്കിൽ പോലും കോളേജിലെത്തിക്കഴിഞ്ഞപ്പോൾ CMSലും ഒക്കെ പ്രഗത്ഭരായ ഫിസിക്സ് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് സുദർശൻ പറയുന്നത്. ദെൻ ഹൗ ഡസ് സുദർശൻ ഐഡൻറ്റിഫൈ ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഫിസിക്സ്? ഫോർ സുദർശൻ ഫിസിക്സ് മീൻ എവറിഥിങ്. ഇറ്റ് ഈസ് ഹിസ് വേൾഡ് ആൻഡ് ഹി ഡസൻറ്റ് നോ എനിത്തിങ് എൽസ്. ആൻഡ് ഹി സേസ് ദാറ്റ് ഹി ഈസ് വെരി ഗുഡ് അറ്റ് ഫിസിക്സ് ആൻഡ് ഹി ലൈക്ക് ദി എക്സൈറ്റ്മെൻറ്റ് ഓഫ് ലുക്കിംഗ് അറ്റ് ദ വേൾഡ് ത്രൂ ദ പ്രിസം ഓഫ് സയൻസ്. ഈ വേൾഡിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് ഫിസിക്സാണ്. ഫിസിക്സാണ് അദ്ദേഹം ഏറ്റവും നന്നായി ഡീൽ ചെയ്തിരുന്നത്. മറ്റൊന്നും അദ്ദേഹത്തിന് ഫിസിക്സ് പോലെ എളുപ്പമല്ലായിരുന്നു. ദെൻ വാട്ട് വാസ് ദി അറ്റ്മോസ്ഫിയർ ഇൻ ഫിസിക്സ് വെൻ സുദർശൻ സെറ്റ് ഔട്ട് ടു ജോയിൻ ദി പ്രൊഫഷൻ? ദി അറ്റ്മോസ്ഫിയർ പ്രൊവൈഡഡ് ഇൻസ്പിറേഷൻ ഫോർ ഹിം ടു നോ മോർ അബൌട്ട് ഫിസിക്സ്. ആൻഡ് ഹി ഹാഡ് good teachers in physics at Madras Christian College and even at CMS. And he remembers how his professor Mr. Thangaraj's optic course provided him with great inspiration. Madras Christian Collegeലെ ടീച്ചേഴ്സ്, അവരുടെ കോഴ്സസ്, ഇതെല്ലാം അദ്ദേഹത്തിന് ഒരുപാട് ഇൻസ്പിറേഷൻ നൽകിയിരുന്നു എന്നുള്ളത് അദ്ദേഹം ഓർക്കുന്നു. ഒപ്റ്റിക്സ് വാസ് ടോട്ട് റാദർ സീരിയസ്ലി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒപ്റ്റിക്സ് കോഴ്സിന് അത്യധികമായിട്ടുള്ള പ്രാധാന്യം ഉണ്ടായിരുന്നു. അതിന് റീസണും ഉണ്ടായിരുന്നു, കാരണം CV രാമൻ്റെ പ്രസൻസ് തന്നെയാണ്. പക്ഷേ പിന്നീട് പുറം രാജ്യങ്ങളിൽ ചെന്നപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഒപ്റ്റിക്സിന് പ്രാധാന്യം ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. പുറം രാജ്യങ്ങളിൽ ഇറ്റ് വാസ് കൺസിഡേർഡ് ഔട്ട് ഓഫ് ഫാഷൻ. ദെൻ ഹൗ ഡസ് സുദർശൻ റിക്കലക്ട് ഹിസ് മീറ്റിംഗ് വിത്ത് പോൾ ഡിറാക് അറ്റ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്? The world famous English physicist Paul Dirac visited TIFR for 6 months and taught a course on quantum mechanics while Sudarshan was there at TIFR for 3 years. Paul Dirac വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തോട് ഫ്രീ ആയിട്ട് ഇടപെടാനും സംശയങ്ങൾ ചോദിക്കാനും ഒക്കെയുള്ള സ്പേസ് സുദർശന് ഉണ്ടായിരുന്നു. And to him, Paul Dirac was just like a friend, and he could go and ask him all the doubts he had about quantum mechanics. So that is all about the first part of this session. So stay tuned for the next session. ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. So thank you for listening and watching.